തെക്കൻ ഗസ നഗരമായ റഫയിൽ നിരവധി നിരപരാധികളായ ആളുകളുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അതിർത്തി കടന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നായ റഫയിൽ പോയി ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്താൽ റഫയെ നേരിടാൻ ചരിത്രപരമായി ഉപയോഗിച്ച ആയുധങ്ങൾ താൻ നൽകില്ല. അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ലഭിക്കില്ല. ഇസ്രായേൽ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തെക്കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് വാഷിംഗ്ടൺ ഇസ്രായേലിലേക്കുള്ള ഉയർന്ന യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഗസയിലെ ആക്രമണങ്ങൾ നടക്കുന്ന വേളയിൽ ഇസ്രായേലിന് നാളുകളായി അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പരിമിതപ്പെടുത്താൻ പ്രസിഡന്റിന് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. നാളിതുവരെ പ്രസിഡന്റ് ആ സമ്മർദ്ദങ്ങളെ ചെറുക്കുകയും ഹമാസിനെ പിന്തുടരാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും 1 ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച തെക്കൻ ഗസയിലെ നഗരമായ റഫയുടെ ആക്രമണം പ്രസിഡന്റിന്റെ കണക്കുകൂട്ടലുകളെല്ലാം മാറ്റിമറിച്ചെന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ച് അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആയുധ കൈമാറ്റം അമേരിക്ക നിർത്തിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 75 വർഷക്കാലമായി ഇസ്രായേലിനെ നയതന്ത്രപരമായും സാമ്പത്തികമായും സൈനികമായും ഒക്കെ പിന്തുണയ്ക്കുന്ന രാജ്യമായ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ മാറ്റം വരികയാണോ എന്നാണ് ഉയർന്നുവരുന്ന ചോദ്യം. അതറിയണമെങ്കിൽ ഇരു രാജ്യങ്ങളും എങ്ങനെയാണ് ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായെന്ന് അറിയണം. ഇസ്രായേലിനെ 6 തൊട്ടാലും അതിനെതിരെ നെഞ്ചു വിരിച്ച് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം $158 ബില്യൺ അമേരിക്ക ഇസ്രായേലിന് സഹായം നൽകിയിരുന്നു. ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രായേലി സൈന്യത്തെയും സുരക്ഷാ സേനയെയും പിന്തുണയ്ക്കുന്നതിൽ അമേരിക്ക ഇടപെട്ടിരുന്നു. ഹമാസിന്റെ സമീപകാല ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ഉപകരണങ്ങളോടൊപ്പം ഗൈഡഡ് മിസൈൽ കാരിയറുകളും F-35 യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് അയക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സ്വന്തം സൈനിക ഉൽപാദന ശേഷി വളർത്തിയെടുക്കുന്നതുവരെയും അമേരിക്ക കട്ടയ്ക്ക് കൂടെയുണ്ടായിരുന്നു. ഇതിപ്പോഴൊന്നുമല്ല. 1948 ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതലുള്ള ബന്ധമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ. ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. ഹാരി ട്രൂമാൻ എന്ന US മുൻ പ്രസിഡന്റ് യഹൂദ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ ലോക നേതാവായി മാറുകയും ഈ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ഉണ്ടായി. ട്രൂമാന്റെ മുൻ ബിസിനസ് പങ്കാളിയായ എഡ്വേർഡ് ജേക്കബ്സണിനും ഇതിൽ പ്രധാന പങ്കുണ്ട്. ലോകയുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ശീതയുദ്ധത്തിൽ എണ്ണശേഖരങ്ങളും തന്ത്രപ്രധാനമായ ജലപാതകളുമുള്ള മിഡിൽ ഈസ്റ്റ് അന്ന് പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കളമായിരുന്നു. 1967 ഈജിപ്ത്, സിറിയ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന സൈന്യവും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുകയും അതിൽ വിജയിച്ച ഇസ്രായേൽ ചരിത്രപരമായ പലസ്തീന്റെ ബാക്കി ഭാഗങ്ങളും സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള ചില പ്രദേശങ്ങളും കൈവശപ്പെടുത്തിയിരുന്നു. പിന്നീട് 1973 ഇസ്രായേലിനെതിരെ പടയൊരുക്കവുമായി ഈജിപ്തും സിറിയയും എത്തിയപ്പോൾ വീണ്ടും അവരോട് പോരാടി ജയിക്കാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്തു. അവിടെയാണ് അമേരിക്ക കൂടുതൽ ഇടപെട്ട് തുടങ്ങിയത്. ഈജിപ്തിനും സിറിയയ്ക്കുമിടയിൽ വിള്ളൽ വീഴ്ത്താനും സോവിയറ്റ് സ്വാധീനം തടയാനും സാധിച്ച 1973 യുദ്ധം മുഖേന ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള സമാധാന കരാർ ഉണ്ടാക്കാനും അമേരിക്കയ്ക്ക് സാധിച്ചു. ഈ കരാർ 1979 ഉറപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ 1993 ഒപ്പുവെച്ച ഓസ്ലോ അക്കോർഡ്സിന് ശേഷമാണ് അമേരിക്ക ഇസ്രായേൽ ബന്ധം ദൃഢമായത്. പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി ഉടലെടുത്തതാണ് ഓസ്ലോ ഉടമ്പടി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ മധ്യസ്ഥതയിൽ നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലുണ്ടായ രഹസ്യ ചർച്ചകളിലാണ് ഈ ഉടമ്പടി രൂപപ്പെട്ടത്. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ കയ്യേറിയ സ്ഥലങ്ങളിൽ നിന്നും പിന്മാറി ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുമെന്നായിരുന്നു പ്രധാന വ്യവസ്ഥ. പിന്നീട് അങ്ങോട്ട് അമേരിക്കയുടെ സഹായം കൂടുതൽ സ്വീകരിക്കുന്ന രാജ്യമായി ഇസ്രായേൽ മാറുകയും ചെയ്തു. അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിലുള്ള ധനസഹായം ഉൾപ്പെടെ 10 വർഷം വരെ നിൽക്കുന്ന $38 ബില്യൺ സൈനിക പിന്തുണയാണ് കരാറിലൂടെ 2016 അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഒപ്പുവെച്ചത്. കാലങ്ങൾ മാറി വിവിധ രാഷ്ട്രതലവന്മാർ എത്തിയിട്ടും ഈ ബന്ധം വിട്ടുപോകാതെ തന്നെ തുടർന്നു. ഇതൊന്നും കൂടാതെ അമേരിക്കയിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി നിരവധി സംഘടനകൾ നിലവിലുണ്ട്. അങ്ങനെ 75 വർഷക്കാലമായി ആ ബന്ധം ഒരു കോട്ടവും കൂടാതെ തുടർന്നു കൊണ്ടുപോവുകയാണ്. എന്നാൽ ഗസയിലെ ഇസ്രായേലിന്റെ കടന്നുകയറ്റം അമേരിക്കയുടെ നിയന്ത്രണത്തിലല്ലെന്നും യുദ്ധത്തിൽ നിരപരാധികൾക്ക് ജീവൻ നഷ്ടമാകരുതെന്നും അമേരിക്ക ആവർത്തിക്കുമ്പോൾ
ഇസ്രായേലിന്റെ റഫേലെ കടന്നുകയറ്റമാണ് അമേരിക്കയെ ചൊടിപ്പിക്കാൻ സാധ്യതയുള്ളത്. ഇസ്രായേൽ ഒന്ന് വിളിച്ചാൽ എപ്പോഴും ഓടിയെത്തുന്ന അമേരിക്ക ആയുധ കയറ്റുമതി നിർത്തിവെച്ചതും ആക്രമണം നിർത്തിവെക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇസ്രായേലിനെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം.